എല്ലാ വർഷവും അനിയത്തിയുടെ വീട്ടിൽ പോകുന്നത് ക്രിസ്മസിനാണ്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ ഇന്ന് എല്ലാവരും കൂടെ വരുന്നുണ്ട്. കുഞ്ഞുമോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേച്ചിയും കുട്ടികളും കൂടെ വാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ അനിയത്തിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ ചെമ്പരത്തി പൂത്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. ദോശയും ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് കുഞ്ഞുമോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് അനിയത്തിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഈ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ മാർക്കറ്റിലേക്ക് പോയി മീനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ മാർക്കറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് മധുരക്കിഴങ്ങെല്ലാം മേടിച്ച് മാങ്ങ എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ ഫ്രഷ് മീനൊക്കെ അവിടുത്തെ ബീച്ചിൽ നിന്നുള്ള ഫ്രഷ് മീനൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കും. അതെല്ലാം വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് വന്നത്. ഞങ്ങൾ കുറച്ച് കൊഞ്ചൊക്കെ മേടിച്ച് എല്ലാ മീനും ഫ്രഷായിട്ടിരിക്കുകയാണ്. ഏത് വാങ്ങണം എന്ന് കൺഫ്യൂഷനിൽ അങ്ങോട്ട് നടക്കുകയാണ്. ഉണക്ക മീനൊക്കെ ഇതാ വച്ചിരിക്കുന്ന കണ്ടില്ലേ, നല്ല ഉണക്ക ഫ്രഷ് മീനാണ്. കട്ട് ചെയ്ത മീനും ഉണ്ട് ഇവിടെ. കുറച്ച് അയലയൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അവിടെ ബാക്ക് സൈഡിൽ അനിയത്തിയുടെ വീടിൻ്റെ ബാക്കിലത്തെ മാവൊക്കെ പൂത്ത് നിൽക്കുകയായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരികയായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവായിരുന്നു ഇതെല്ലാം. കോട്ടൂക്കോണം മാവെന്നാണ് ഈ മാവിൻ്റെ പേര്. 1-2 കൊല പൂവൊക്കെ ഇതിലുണ്ട്. ആദ്യമായിട്ടാണ് ഇത് പൂക്കുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് പൂക്കളും ചെടികളൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. പൂത്ത് നിൽക്കുകയാണ് ജമന്തിയൊക്കെ. 2-3 ചെടികളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ട്. ഇതാണ് ആ 2 മാവ്. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് നിർത്തും, പൊക്കം വെച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അവൾ പൊങ്ങിപ്പോയാൽ മാങ്ങ പറിക്കാനൊക്കെ പാടില്ല, അപ്പം കട്ട് ചെയ്ത് നിർത്തും മുകൾ ഭാഗത്ത്. അനിയത്തിക്കുട്ടി പറയാം 1-2 ദിവസം ഇവിടെ നിന്നിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവും. അപ്പം ഞാൻ പറഞ്ഞു ഇനിയൊരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഇത് 2ാമത്തെ മാവാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഒരു മാതളമൊക്കെ നട്ട് വളർത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. കാച്ചൊന്നുമില്ല, അങ്ങനെ നിൽക്കുക. തുളസി ചെടികളൊക്കെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ട് 3-4 എണ്ണം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് ഇവിടെ തെങ്ങിൽ ഒരു മൂട് നട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. കാച്ച് നിൽക്കുകയാണ് നിറയെ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നട്ട് വളർത്തിയതാണ്. കോഫി കുടിക്കുന്നില്ലേ, അതിൻ്റെ ചെടിയാണ് നിൽക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് വളർത്തിയതാണ്. 1-2 പ്രാവശ്യം പൂത്ത് കുറച്ചൊക്കെ കാച്ചെന്ന് പറയുന്നു. പൂവൊന്നും വന്നിട്ടില്ല, ഇപ്പം അങ്ങനെ നിൽക്കുക.
ഇവിടെ മഞ്ഞളൊക്കെ നട്ട് വളർത്തി അത് കായ്ച്ച് അതിൻ്റെ വിളവെടുത്ത് ഇതായി ഇട്ടിരിക്കുകയാണ്. ഇത് ഉണക്കി പൊടിച്ച് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് തന്നായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് നട്ട് വളർത്തുമെന്ന് പറഞ്ഞ് കുറേ വാരി തന്നിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി അവിടെയൊക്കെ നട്ട് പിടിപ്പിക്കണമെന്ന് പറഞ്ഞ്. ഒരു മൂട് പപ്പായ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് നിറയെ കായ്ച്ച് നിൽക്കുകയാണ്. അത് വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പം കുറച്ച് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞ് 2-3 എണ്ണം പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുക. ഇതൊരു മുള്ളാത്തയാണ്. ഇത് കുറേ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുകൾ ഭാഗം കട്ട് ചെയ്ത് നിർത്തിക്കുക. പിന്നെ ഞങ്ങളിന്ന് മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്ക് അതെല്ലാം കഴിച്ച്. അനിയത്തിയുടെ വീട്ടിൽ നിന്നും 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ പാപനാശം ബീച്ചിലേക്ക് പോകാൻ. ആ പോകുന്ന വഴിയാണ് ഞങ്ങളെ കാണിക്കുന്നത്. നമ്മളുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഞങ്ങൾ നോക്കി നോക്കി പോവുകയാണ്. ഇത് ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആയതുകൊണ്ട് ഇവിടുത്തെ ധാരാളം റിസോർട്ടും ധാരാളം ഫോറിൻ ആൾക്കാരൊക്കെ വന്ന് ഇവിടുത്തെ ഈ റിസോർട്ടിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് നോക്കി ഇങ്ങനെ പോവുകയാണ്. ഇതാണ് പാപനാശം ബീച്ച്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ അനിയത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ ദുഃഖത്തിലും സുഖത്തിലും ഞങ്ങൾ വലിയ പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരാളായിട്ട് എൻ്റെ കൂടെ ദൂരെ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് വന്ന് ഒന്നും ചെയ്തു തരാൻ പറ്റാത്തതുകൊണ്ട് ഫോണിലൂടെ ഒരാളായിട്ട് എല്ലാ കാര്യവും എനിക്ക് ചെയ്തു തന്ന് ഞങ്ങളൊപ്പം സുഖത്തിലും ദുഃഖത്തിലൊക്കെ പങ്കുചേർന്ന് ഞങ്ങളെ എപ്പോഴും സപ്പോർട്ട് നിൽക്കുന്ന എൻ്റെ കുഞ്ഞനിയത്തിക്കുട്ടിയാണ്. ചെറുതിലേ മുതലേ അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞപ്പോഴും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഞങ്ങളെപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടക്കുന്ന എല്ലാ കാര്യവും ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെയാണ് ജീവിക്കുന്നത്. അനിയത്തിക്കുട്ടി ഞാനും തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ ഉച്ചയ്ക്കാണ് എല്ലാവരും കൂടെ ബീച്ചിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്നു. കുറഞ്ഞ സമയത്താണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് വെയിലൊന്നും അധികമില്ല, നല്ല കാറ്റായിരുന്നു. കുറേ നേരം കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് വർക്കല ഹെലിപ്പാഡ് റിസോർട്ടുകളൊക്കെ ധാരാളം ഉള്ളത്. ഞങ്ങൾ ഇന്ന് രാവിലെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അടുത്ത പ്രാവശ്യം കാണിക്കുന്നതാണ്. അനിയത്തിയുടെ വീട്ടിലെ ബാൽക്കണി വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.